By night, on my bed I saw him whom my soul loveth. I sought him, but I found him not to I will rise now and go about the city in the streets, and in the broad ways I will seek him whom my soul loveth. I sought him, but I found him not through I. ജോഫിനെ എല്ലാവരും വർത്തമാനം പറഞ്ഞ് കഴിച്ചോണ്ടിരിക്കുമ്പോ നീ എന്തിനാ ഫോൺ നോക്കി പിടിച്ചിരിക്കണേ? അല്ലച്ചാ, ഞാനേ ഈ ഫോണില് നമ്മുടെ ഫുഡ് ഫെസ്റ്റിന്റെ വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുക. ഇതെന്താ പരിപാടി? പള്ളിയിൽ ഫുഡൊക്കെ ആണെന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഫുഡ് ഫെസ്റ്റ് എന്താന്നൊക്കെ പറയാം. അതിനു മുൻപ് എനിക്കൊരു കാര്യം യൂത്തിനോടൊക്കെ ചോദിക്കാണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ കുർബാന എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? യൂത്ത് അത് പറയും. എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കുർബാന? പരിശുദ്ധ കുർബാന ഇപ്പൊ എല്ലാവർക്കും അറിയാലോ അച്ഛാ. ഈശോ അപ്പമായി മാറിയത്. ഇതിപ്പോ വേറെ എന്ത് പറയാനതില്? പരിശുദ്ധ കുർബാന നീ പറഞ്ഞ ഓക്കെ തന്നെയാണ്. പക്ഷെ ഒരു യൂത്തിന്റെ ഒരു ആംഗിളില് പരിശുദ്ധ കുർബാനയെ കുറിച്ച് അച്ഛൻ പറയട്ടെ. ഇതേയുള്ളൂ, ഒരു ചെറുപ്പക്കാരൻ 32-33 വയസ്സില് അവനൊരു 12 കൂട്ടുകാരനായിരുന്നു. കട്ട ഫ്രണ്ട്സ് ആയിരുന്നു. അവരുടെ കൂടെ ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാറുണ്ട്, ബീച്ചിൽ പോകാറുണ്ട്, മല കയറാറുണ്ട്. അവന്റെ വലിയൊരു നേച്ചർ എല്ലാവരെയും സഹായിക്കുക എന്നൊക്കെയായിരുന്നു. അവൻ ഈ കൂട്ടുകാരോട് മാത്രം പറയുന്നൊരു രഹസ്യം ഉണ്ടായിരുന്നു. തന്റെ മരണത്തെ കുറിച്ചാണ്. ഇടയ്ക്കിടയ്ക്ക് അത് പറയും. ഞാൻ ഇങ്ങനെയാണ് മരിക്കുക, ഒരുപാട് സഹിക്കും, എന്നെ കുരിശിൽ തറച്ചാണ് കൊല്ല, യഹൂദരാണ് എന്നെ പിടികൂടാന്നൊക്കെ പറഞ്ഞ് മരണത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഇവന്റെ കൂട്ടുകാർ അവനെ എതിർക്കുമായിരുന്നു. നിനക്ക് ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്നൊക്കെ കൂട്ടുകാർ പറയും. അങ്ങനെ ഒരു ദിവസം ഈ കൂട്ടുകാരൻ 12 പേരോട് പറഞ്ഞു, നാളെ നമ്മള് ഒരു ഹോട്ടലിൽ പോവാണ്. നമ്മൾ വന്ന ഹോട്ടലിന്റെ പേര് പോലെ തന്നെ ആ ഹോട്ടലിന്റെ പേര് സെഹിയോൻ എന്നായിരുന്നു. ആ ഹോട്ടലിൽ നേരത്തെ തന്നെ ഇദ്ദേഹം ബുക്ക് ചെയ്തു. അങ്ങനെ 12 പേരെയും കൂട്ടി ഈ സുഹൃത്ത് പോവാണ്. അങ്ങനെ ഹോട്ടലിലെത്തി ഭക്ഷണമൊക്കെ വന്നിരുന്നു. അങ്ങനെ നമ്മളെ പോലത്തെ തന്നെ ഇതുപോലെ ഒരു ടേബിളാണ്. ഫുഡൊക്കെ വന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ കൂട്ടുകാരൻ അന്ന് വരെ പറയാത്തൊരു കാര്യം ഈ 12 പേരോട് പറഞ്ഞു. ഇതാണ്, വന്നിട്ടുള്ള അപ്പം എടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്, ഇത് നിങ്ങളെല്ലാവരും വാങ്ങി ഭക്ഷിക്കുന്നു പറഞ്ഞിട്ട് അവൻ തന്നെ എല്ലാവർക്കും സെർവ് ചെയ്തു. പിന്നെ വന്നിട്ടുള്ള അന്നത്തെ യഹൂദരുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത്, വിഭവം എന്ന് പറയുന്നത് വൈനാണ്, മുന്തിരി വൈനാണ്, ഗ്രേപ്പ് വൈനാണ്. അത് ഈ കൂട്ടുകാർക്കൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ രക്തമാണ്. അന്ന് ഈ കൂട്ടുകാരൊക്കെ ആ അപ്പവും ആ വൈനൊക്കെ കുടിച്ചു. പക്ഷെ അവരുടെ വയറ് നിറഞ്ഞതിനേക്കാളും കൂടുതൽ നിറഞ്ഞത് അവരുടെ മനസ്സായിരുന്നു. ആ കൂട്ടുകാരൻ പറഞ്ഞതുപോലെ തന്നെ ആ ഭക്ഷണം കഴിച്ചതിന്റെ രാത്രിയിൽ തന്നെ അവൻ അറസ്റ്റ് ചെയ്യാണ്. പിറ്റേ ദിവസം അവനെ കുരിശിൽ തറച്ച് കൊല്ലാണ്. അവൻ മരിച്ചുപോയി. പിന്നെ ആ കൂട്ടുകാരനെ അവർക്കങ്ങനെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ആ 12 പേർക്കും അവർ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ, അവർ യാത്ര ചെയ്യുമ്പോഴൊക്കെ ആ കൂട്ടുകാരൻ വിളമ്പിയ ഭക്ഷണത്തെ കുറിച്ചുള്ള മെമ്മറി ഉണ്ടായിരുന്നു. ആ ഓർമ്മയുടെ പുറത്താണ് പിന്നീട് നമ്മുടെ കത്തോലിക്ക സഭ ഉണ്ടായത്. അതുകൊണ്ടാണ് കുർബാനയിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നില്ലേ, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് വേണം ചെയ്യുക. അപ്പൊ ഇതാണ് ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്നത്. ആ കൂട്ടുകാരൻ വേറെ ആരുമല്ല, നമ്മുടെ ഈശോയാണ്. അവന്റെ കൂട്ടുകാര് ആ 12 അപ്പസ്തോലന്മാരാണ്. നമ്മൾ ഈ ഫുഡ് ഫെസ്റ്റ് നടത്തേണ്ട ഉദ്ദേശം നിങ്ങൾക്ക് അറിയോ? അത് വെറുതെ ഭക്ഷണം കഴിച്ച് വയറ് നിറയ്ക്കാനല്ല. നമ്മുടെ മനസ്സ് നിറയണം, നമ്മുടെ ഇടവകയിലെ സൗഹൃദങ്ങൾ വളരണം, നമ്മുടെ കൂട്ടായ്മ കുറെ കൂടെ ശക്തിപ്പെടണം, ചില പിണക്കങ്ങളൊക്കെ തീരണം, കുറെ നേരം ഇരുന്ന് സംസാരിക്കണം. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണേ, ഇന്ന് ഈ കാലഘട്ടത്തിന് ആവശ്യം മറ്റുള്ളവരുടെ അടുത്ത് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരെ അല്ല, മറിച്ച് മനുഷ്യരെ കേൾക്കുന്ന ആൾക്കാരെയാണ് നമുക്കിന്ന് ആവശ്യം. ലിസണിങ് സ്കില്ലാണ് ഇന്ന് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. അപ്പോൾ അതൊക്കെ നമുക്ക് കുറെ കൂടെ മനോഹരമാക്കാൻ നമുക്ക് വേണ്ടി മനസ്സിലേക്കുന്ന ഒരു ആശയമാണ്, നമ്മുടെ ഇടവകയിൽ നടത്താനുള്ള ഒരു ആശയമാണ് ഫുഡ് ഫെസ്റ്റ്. നമ്മൾ ഞായറാഴ്ച നവംബർ മാസം 30-ാം തീയതി ഒരുമിച്ച് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. 5 മണിക്ക് കുർബാന കഴിഞ്ഞ് 6:30 മുതൽ 8:30 വരെ
നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, നമ്മൾ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ഈ ഫുഡ് ഫെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സംഭവം എങ്ങനെയുണ്ട്? നമ്മുടെ ഫുഡ് ഫെസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഓൾട്ടർ ബോയ്സിന്റെ നേതൃത്വത്തില് ഐസ്ക്രീം സ്റ്റാൾ ഉണ്ട്, നമ്മുടെ കാറ്റീസ് സ്റ്റുഡൻസിന്റെ നേതൃത്വത്തില് കൂൾ സ്പോട്ട് ഉണ്ട്, നിങ്ങൾ യൂത്ത് എഗ് സ്പെഷ്യൽ ചെയ്യുന്നു, നിങ്ങൾ ചെയ്യുന്നു. നമ്മുടെ അമ്മമാരുടെ നേതൃത്വത്തില് വെറൈറ്റി ദോശകളാണ്, നമ്മുടെ അപ്പന്മാരുടെ നേതൃത്വത്തില് നാടൻ കപ്പിയും മീനുമാണ്. അപ്പോ നവംബർ 30-ാം തീയതി നമ്മുടെ പള്ളിയിൽ ഫുഡ് ഫെസ്റ്റ് ആണ്. 5 മണിക്കാണ് കുർബാന. എല്ലാവരും നേരത്തെ എത്തിച്ചേർന്നേക്ക്. 6 മുതൽ 8 വരെ ഫുഡ് ഫെസ്റ്റ്. ഗാനമേള ഉണ്ട്, കുറെ ഗെയിംസ് ഉണ്ട്, കുറെ സർപ്രൈസ് ഉണ്ട്, ഗിഫ്റ്റും ഉണ്ട്.